ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ ഒരു ബെഡാ എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവാനുഗ്രഹത്താൽ എക്സാമൊക്കെ ക്ലിയറായി. പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ തലേ ദിവസം എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. കാരണം ഓണത്തിന് രാവിലെ നമുക്ക് എല്ലാവർക്കും ഓഫാണെങ്കിലും രാവിലെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയായതുകൊണ്ട് തലേന്ന് തന്നെ എല്ലാം ഉണ്ടാക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഈ കാണുന്നതാണ് ബിൻസ് ചേച്ചി, എൻ്റെ റൂംമേറ്റ്. ഏവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. പിന്നെ ഈ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം പ്രശസ്തി ഒട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണ്. പിന്നെ ഈ ഇരുന്ന് കളിക്കുന്നതാണ് നമ്മുടെ സ്വന്തം രേവതി. പിന്നെ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഷെഫായ ബിൻസി ചേച്ചീൻ്റെ ഇഞ്ചിക്കറിയും ചെറിയ ഉള്ളിൻ്റെ തീയലും വള്ളിപ്പയറിൻ്റെ മെഴുക്കുവരട്ടിയും ഇതെല്ലാം ചേച്ചി വളരെ വേഗം തന്നെ സെറ്റാക്കി എടുത്തു. പിന്നെ സദ്യ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബുക്ക് ചെയ്തൊരു കാര്യമാണ് ബീട്രൂട്ട് കിച്ചടി. കാരണം ഒരു തവണ ഞാനത് വീട്ടിലുണ്ടാക്കി വമ്പ ഹിറ്റായ സാധനമാണ്. അതിൻ്റെ ആത്മവിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പം തകർക്കുമെന്ന്. പക്ഷെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് ദേ ഇങ്ങനെയായിരുന്നു. അതേ ഗൈസ്, ചീറ്റിപ്പോയി. ബീട്രൂട്ടിനെ പ്രതീക്ഷിച്ചത്ര കളറും ടേസ്റ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ബീട്രൂട്ടിനെ 10 പറയാം, അല്ലാതെ എന്ത് ചെയ്യാനല്ലേ. പിന്നെ നമ്മൾ കായ ഉപ്പേരി വെച്ചു, കപ്പളങ്ങ തോരൻ വെച്ചു. ഇവരൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തപ്പോഴും വീഡിയോ എടുക്കണമെന്നുള്ള വ്യാജേനെ ഞാൻ കുറച്ചധികം സമയം റെസ്റ്റ് എടുത്തു. ഇനി ഞാൻ ഉണ്ടാക്കിയ കറി നോക്കാം. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് മോരുകറിയാണ്. കാരണം ഇതെൻ്റെ മാസ്റ്റർ പീസ് ഐറ്റമാണ്. എന്നെക്കഴിഞ്ഞ് നല്ലോണം മോരുകറി ഉണ്ടാക്കുന്നവർക്ക് എൻ്റെ വക ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ്. പിന്നെ ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കി. ഇനിയാണ് പറയേണ്ടത് എരിശ്ശേരി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാത്തൊരു സാധനമാണിത്. എന്നാലും അമ്മയോടൊക്കെ വിളിച്ചു ചോദിച്ച് ഒരു ചെറിയ എരിശ്ശേരി ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. പിന്നെ ബീൻസും ക്യാരറ്റും തോരൻ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ സദ്യയിലെ മെയിൻ ഐറ്റം അവിയൽ. ഇതുണ്ടാക്കിയത് രേവതിയാണെന്ന് എടുത്തു പറയണമെന്ന് രേവതി പറഞ്ഞു. ഇനിയാണ് നമ്മുടെ സാമ്പാർ. ഇതുണ്ടാക്കുമ്പോഴേക്കും ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ ഉണ്ടാക്കുന്നത് നമ്മുടെ മെയിൻ കുക്കായിട്ടുള്ള ബിൻസി ചേച്ചിയാണ്. എന്തൊക്കെയൊക്കെ വാരി ഇടുന്നുണ്ട്. നമ്മൾ സത്യം പറയണമല്ലോ, ചേച്ചിയുടെ സാമ്പാർ എന്നല്ല, ചേച്ചി ഉണ്ടാക്കുന്ന എല്ലാ ഫുഡിനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ സാമ്പാറും നല്ല അടിപൊളിയായിട്ടുണ്ട്. സാമ്പാർ പൊടി ഒന്നും ചേർക്കാതെ ചേച്ചി നല്ല കിടിലനായിട്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേച്ചിയുടെ സാമ്പാർ ഉണ്ടാക്കുമ്പം ഞാനിവിടെ വീഡിയോ എടുക്കുകയാണ്. അറ്റ് ലാസ്റ്റ് നമ്മൾ വെച്ചത് വെള്ളരിക്ക പച്ചടിയാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ തീരുന്നില്ല, ഇതിനൊരു ചെറിയ സെക്കൻഡ് പാർട്ടും കൂടി കാണും. അപ്പോൾ ടൈം കളയാതെ ഞങ്ങൾ പാത്രമൊക്കെ കഴുകി വെക്കട്ടെ. യു ഗൈസ് സ്റ്റേ ട്യൂൺ ഫോർ ദി സെക്കൻഡ് വീഡിയോ. അപ്പോൾ ശരി, ബൈ.